വന്ദേമാതരം ആലപിക്കുന്നതിൽ പുതിയ മാർഗരേഖയുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സംസ്ഥാന ഗീതത്തിന് ശേഷം വന്ദേമാതരവും ദേശീയഗാനവും എന്ന ക്രമത്തിൽ ആലപിക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാന ഗീതം ഇല്ലെങ്കിൽ ആദ്യം വന്ദേമാതരം, അതിനുശേഷം ദേശീയഗാനം എന്ന ക്രമത്തിലാണ് ആലപിക്കേണ്ടത്. ആലാപനത്തിലും സംഗീതത്തിലും ഉച്ചാരണവും ശൈലിയും കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക സന്ദർശന വേളകൾ, ഗവർണർമാരുടെ പരിപാടികൾ, ഔദ്യോഗിക പരേഡുകൾ എന്നിവയിൽ വന്ദേമാതരം ആലപിക്കണം. ഈ സമയം സദസ്സ് നിർബന്ധമായും എഴുന്നേറ്റ് നിന്ന് ശ്രദ്ധയോടെ ആദരവ് പ്രകടിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരത്തിന്റെ 6 ചരണങ്ങൾ കൃത്യം 3 മിനിറ്റ് 10 സെക്കൻഡ് ദൈർഘ്യത്തിൽ ആലപിക്കണം. ദേശീയഗാനവും ദേശീയ ഗീതവും ഒരുമിച്ച് വരുന്ന സന്ദർഭങ്ങളിൽ വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്നാണ് പുതിയ തീരുമാനം. സംസ്ഥാന ഗാനങ്ങൾ പാടുകയാണെങ്കിൽ അത് ദേശീയ ഗീതങ്ങൾക്ക് ശേഷം മാത്രമേ പാടാവൂ എന്നും ദേശീയഗാനത്തിന്റെ പദങ്ങളിലും സംഗീതത്തിലും ഭരണകൂടം അനുവദിക്കുന്ന മാറ്റങ്ങൾ ഒഴികെ മറ്റൊന്നും വരുത്താൻ പാടില്ലെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നു. മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് ബാൻഡുകൾ ഈ ഗീതം പ്ലേ ചെയ്യുമ്പോൾ സദസ്സിന് മുന്നറിയിപ്പ് നൽകാനായി 7 തവണ ഡ്രം റോൾ അടിച്ച് വേണം ആരംഭിക്കാൻ. സ്കൂളുകളിലും സർവകലാശാലകളിലും ദൈനംദിന പ്രാർത്ഥനകളുടെയും ഔദ്യോഗിക ചടങ്ങുകളുടെയും ഭാഗമായി വന്ദേമാതരം കൂട്ടമായി ആലപിക്കണമെന്ന UGCക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഈ ഉത്തരവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്ത് വന്നു. സംസ്ഥാന ഗാനങ്ങളെ ദേശീയ ഗീതത്തിനും ഗാനത്തിനു ശേഷം പരിഗണിക്കുന്നത് ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്താനും കേന്ദ്രീകൃത ദേശീയതയ്ക്ക് മേൽക്കൈ നൽകാനും ലക്ഷ്യം വെക്കുന്നുവെന്നാണ് പ്രധാന വിമർശനം. ദേശീയഗാനം മതോദ്ധരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും പ്രതീകമായി നിൽക്കുമ്പോൾ ദേശീയ ഗീതം പ്രാധാന്യം നൽകുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.